വധശിക്ഷ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ ചുറ്റിത്തിരിയുന്ന പ്രധാന വാർത്തയാണ് വധശിക്ഷയെക്കുറിച്ചുള്ളത്. ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പല കേസുകളിലായി വിധിക്കപ്പെട്ട വധശിക്ഷകളാണ്. സോഷ്യൽ മീഡിയ ഇത് ആഘോഷമാക്കിയിട്ടുമുണ്ട്. നീതി ലഭിച്ചു, ഇതായിരിക്കണം കോടതി, ഇങ്ങനെ തുടങ്ങി ജഡ്ജിയെ പുകഴ്ത്തിയും വാഴ്ത്തിയും ഒക്കെ കമൻറ്റുകളും പോസ്റ്റുകളും വൈറലാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വധശിക്ഷ വിധിക്കപ്പെട്ട കേസുകൾ എന്ന് പറയുന്നത് ഒന്ന് രഞ്ജിത്ത് ശ്രീനിവാസൻ വധമാണ്. ഇതിൽ 15 പ്രതികൾക്ക് വധശിക്ഷ നൽകുകയുണ്ടായി. രണ്ടാമതായി അങ്കമാലി മൂക്കന്നൂർ കൂട്ടക്കൊല കേസിലെ പ്രതി ബാബുവിന് വധശിക്ഷ നൽകിയതാണ്. ഈ അവസരത്തിൽ സ്വാഭാവികമായി ഉയർന്നു വരുന്ന ചോദ്യം വ്യാപകമായ തോതിൽ ട്രയൽ കോടതികൾക്ക് വധശിക്ഷ വിധിക്കാൻ സാധിക്കുമോ എന്നാണ്. വധശിക്ഷ ലാഘവ ബുദ്ധിയോടെ കൊടുക്കാൻ സാധിക്കുമോ? വധശിക്ഷ വിധിക്കപ്പെട്ടവരെ ഉടനടി തൂക്കിക്കൊല്ലുമോ? വധശിക്ഷ വിധിക്കപ്പെട്ടവർക്ക് മുൻപിലുള്ള വഴികൾ എന്താണ് ഈ കാര്യത്തിൽ നിയമം പറയുന്നത് എന്ന് നോക്കാം. വധശിക്ഷ എന്നത് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ശിക്ഷാരീതിയാണ്. അനുച്ഛേദം 21 ഭരണഘടനാപരമായി വധശിക്ഷയ്ക്ക് സാധുത നൽകുന്നുമുണ്ട്. പക്ഷേ നിലവിലെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ വധശിക്ഷ എല്ലാ കുറ്റങ്ങൾക്കുമുള്ള ശിക്ഷയായി പരിഗണിക്കപ്പെടുന്നേയില്ല. ഇന്ത്യയിൽ വധശിക്ഷ എങ്ങനെ, എപ്പോൾ, ആർക്കൊക്കെ, ഏതൊക്കെ കേസുകളിൽ നൽകണമെന്നത് സംബന്ധിച്ച് മാർഗരേഖകളായി 2 കോടതി വിധികളാണ് നമുക്ക് മുൻപിലുള്ളത്. ഒന്ന്, ബച്ചൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് കേസിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച ജഡ്ജിമെൻ്റാണ്. ഈ വിധി പ്രകാരം ഒരു കേസ് അത്യപൂർവങ്ങളിൽ അപൂർവമായൊരു കേസാകുകയും മറ്റ് ശിക്ഷാരീതികളൊന്നും തന്നെ ഈ കേസിൽ ശിക്ഷയായി പര്യാപ്തമാകാത്ത സാഹചര്യത്തിൽ മാത്രമേ വധശിക്ഷ വിധിക്കാവൂ എന്നാണ്. രണ്ടാമത്തെ വിധി എന്ന് പറയുന്നത് 1983 മച്ചി സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന കേസിലെ വിധിയാണ്. അതായത് എന്താണ് ഈ റെയറസ്റ്റ് ഓഫ് റെയർ കേസ് അഥവാ അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്ന് ഇന്ത്യൻ നിയമങ്ങളിൽ എവിടെയും പരാമർശിക്കുന്നില്ല. ഈ അവസരത്തിലാണ് സുപ്രീം കോടതി മച്ചി സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് കേസിൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്താണെന്ന് മാർഗരേഖ പുറപ്പെടുവിച്ചത്. എന്താണ് അപൂർവങ്ങളിൽ അപൂർവമായ കേസ്? ഒരു കുറ്റം അങ്ങേയറ്റം ബ്രൂട്ടൽ അല്ലെങ്കിൽ റിഡിക്യുലസ് അല്ലെങ്കിൽ ഡയബോളിക്കൽ ആയിരിക്കുന്ന ഒരു കുറ്റമായിരിക്കുക. ഉദാഹരണത്തിന് ഇരയാക്കപ്പെടുന്ന വ്യക്തിയുടെ വീട് തീ വയ്ക്കുകയും വ്യക്തിയെ പച്ചയ്ക്ക് ചുട്ടരിക്കുകയും ചെയ്യുന്ന സാഹചര്യം, അല്ലെങ്കിൽ ഒരാളെ കൊല്ലാൻ ഏറ്റവും മനുഷ്യത്വരഹിതമായ രീതിയിൽ ടോർച്ചർ ചെയ്ത് കൊലപ്പെടുത്തുക, അതുമല്ലെങ്കിൽ ഏറ്റവും ബ്രൂട്ടലായ രീതിയിൽ ശരീരം മ്യൂട്ടിലേറ്റ് ചെയ്യുകയും പല കഷ്ണങ്ങളായി മുറിക്കുകയും ചെയ്യുക. സ്വത്തുക്കൾക്ക് വേണ്ടിയും സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയുമൊക്കെ ഏറ്റവും ബ്രൂട്ടലായ കൊലപാതകങ്ങളൊക്കെയും ഈ പരിധിയിൽ കൊണ്ടുവരാവുന്നതാണ്. സുപ്രീം കോടതി വിധി പ്രകാരം വധശിക്ഷ വിധിക്ക് മുൻപ് മറ്റ് ശിക്ഷകൾ മതിയാകുമോ എന്നും വധശിക്ഷ വിധിക്കപ്പെടേണ്ട വിധം സാമൂഹികമായ അസ്വാഭാവികത കേസിലുണ്ടോ എന്നും കോടതികൾ പരിഗണിക്കേണ്ടതുണ്ട്. ഇനി ട്രയൽ കോടതികൾ വിധിക്കുന്ന വധശിക്ഷകളെ കുറിച്ച് സംസാരിക്കാം. തീർച്ചയായും ട്രയൽ കോടതികൾക്ക് വധശിക്ഷ വിധിക്കാൻ സാധിക്കും. തോന്നിയ പോലെ വിവേചനപരമായിട്ടല്ലെന്ന് മാത്രം. ഒരു കുറ്റം അപൂർവങ്ങളിൽ അപൂർവമാണെങ്കിൽ മാത്രം. ഇനി ഈ വധശിക്ഷ വിധിച്ചാൽ ഉടൻ പ്രതിയെ തൂക്കിക്കൊല്ലുമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അതും നടക്കില്ല. ഏത് ട്രയൽ കോടതി എത്ര പേർക്ക് വധശിക്ഷ വിധിച്ചാലും ആ ശിക്ഷ സംസ്ഥാനത്തിൻ്റെ ഹൈക്കോടതി അംഗീകരിച്ചാൽ മാത്രമേ അത് നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കുറ്റവാളിക്കും അവകാശങ്ങൾ ഭരണഘടന നൽകുന്നുണ്ട്. വധശിക്ഷയ്ക്കെതിരെ വ്യക്തിക്ക് ഹൈക്കോടതിയെ സമീപിക്കാൻ സാധിക്കും. ഹൈക്കോടതി ഈ കേസ് തള്ളിക്കളഞ്ഞാലും വധശിക്ഷ അനുകൂലിച്ചാലും അതിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാവുന്നതാണ്. ഇനി സുപ്രീം കോടതി അത് തള്ളിയാൽ അതേ സുപ്രീം കോടതിയിൽ പുനഃപരിശോധനാ ഹർജിയും തിരുത്തൽ ഹർജിയും സമർപ്പിക്കാം. ഇതൊക്കെ തള്ളിയാലും പ്രതിക്ക് രാഷ്ട്രപതിയുടെ അടുക്കൽ മേഴ്സി പെറ്റീഷനും സമർപ്പിക്കാവുന്നതാണ്. പ്രസിഡന്റ് പെറ്റീഷൻ തള്ളിയെന്ന് വെച്ചാലും അതും സുപ്രീം കോടതിയിൽ ചാലഞ്ച് ചെയ്യാവുന്നതാണ്. ഇന്ത്യയിൽ വിധിക്കപ്പെടുന്ന വധശിക്ഷകളിൽ 98.3% കേസുകളും ട്രയൽ കോടതികളാണ് വിധിക്കുന്നത്. 2022 മാത്രം 165 വധശിക്ഷകൾ വിധിക്കപ്പെട്ടു. 539 പ്രതികളാണ് വധശിക്ഷ വിധിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷം ഹൈക്കോടതി 68 കേസുകൾ മാത്രമാണ് പരിഗണിച്ചതെന്ന് ഓർക്കണം. അതിൽ വെറും 4 വധശിക്ഷകൾ മാത്രമാണ് ഹൈക്കോടതി ശരിവെച്ചത്. 40 പേരെ വെറുതെ വിട്ടു. 51 പേരെ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കി മറ്റു കുറഞ്ഞ ശിക്ഷകൾ നൽകി. 6 കേസുകൾ ട്രയൽ കോടതികളിലേക്ക് തന്നെ മടക്കി അയച്ചു. അതായത് ട്രയൽ കോടതികൾ സെൻസേഷണലായി വിധിക്കുന്ന വധശിക്ഷകളിൽ 90%-ലധികവും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും എത്തുമ്പോൾ കുറഞ്ഞ ശിക്ഷയാവുകയോ റദ്ദ് ചെയ്യപ്പെടുകയോ ചെയ്യുന്നുവെന്ന് സാരം. വധശിക്ഷ ഒരു ശിക്ഷാരീതിയാണോ എന്നതിൽ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കുറ്റവാളിയാക്കപ്പെട്ടവരുടെ സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ പരിഗണിക്കപ്പെട്ടേ പറ്റൂ. പ്രതികാര നടപടി പോലെ വധശിക്ഷ നടപ്പിലാക്കുകയല്ല, കുറ്റവാളികളെ നവീകരിക്കുകയും
പുതുക്കുകയും ചെയ്യുക എന്നതാണ് ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൻ്റെ മുഖ്യ ലക്ഷ്യം. ഐക്യരാഷ്ട്രസഭ ആഗോളമായി തന്നെ വധശിക്ഷകളെ അപലപിക്കുകയും വധശിക്ഷ നിർത്തലാക്കാൻ പ്രമേയങ്ങൾ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ലോകവ്യാപകമായി 112 രാജ്യങ്ങൾ വധശിക്ഷ പൂർണ്ണമായി നിർത്തലാക്കിയിട്ടുണ്ട്. ആധുനിക സമൂഹം വധശിക്ഷയിലാണ് നീതിയിരിക്കുന്നത് എന്ന രീതിയിൽ പ്രശ്നങ്ങളെ സമീപിക്കുന്നത് ആൾക്കൂട്ട കൊലകൾക്കും വ്യാജ എൻകൗണ്ടറുകളിലേക്കുമൊക്കെ സമൂഹത്തെ നയിക്കുമെന്നും അത് നിയമവാഴ്ച കേൾക്കുന്ന തിരിച്ചടിയാണെന്നും മറക്കാതെ ഇരിക്കുക.